നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിൽ ട്വിസ്റ്റ്. യുഡിഎഫിനായി സിഎംപി മത്സരിക്കുമെന്ന് സൂചന. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കുന്നംകുളം കൂടി സിഎംപി നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ഇതോടെ മണ്ഡലത്തിൽ യുഡിഎഫിനായി ഒരിക്കൽ കൂടി സിഎംപി രംഗത്തിറങ്ങിയേക്കും. സിഎംപി ജനറൽ സെക്രട്ടറി സി.പി. ജോൺ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ കുന്നംകുളം സീറ്റ് ആവശ്യപ്പെട്ടതായാണ് ഒടുവിൽ വരുന്ന സൂചന. കഴിഞ്ഞ തവണ നെന്മാറ സീറ്റിൽ മാത്രമാണ് സിഎംപി മത്സരിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇക്കുറി 2 സീറ്റ് നൽകുമെന്ന ഉറപ്പ് സിഎംപി നേതാക്കൾക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രലിൽ ജനറൽ സെക്രട്ടറി സി.പി. ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 2ാം സീറ്റായി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റായതിനാൽ വിട്ടുനൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായില്ല. സിഎംപിയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇക്കുറി നീതി ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതോടെയാണ് കഴിഞ്ഞ 2 തവണ സി.പി. ജോൺ മത്സരിച്ച കുന്നംകുളം ആവശ്യപ്പെട്ടത്. കുന്നംകുളം വിട്ടുനൽകാൻ കോൺഗ്രസ് നേതൃത്വം സമ്മതം അറിയിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നെന്മാറയിൽ മത്സരിച്ച സി.എൻ. വിജയകൃഷ്ണൻ കുന്നംകുളത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥിയായേക്കും. സംസ്ഥാനത്തെ മികച്ച സഹകാരിയും MVR ക്യാൻസർ സെന്ററിന്റെയും കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും ചെയർമാനുമാണ് വിജയകൃഷ്ണൻ.